കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വചനത്തിലൂടെ ദൈവം തൻ്റെ നാമങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു തൻ്റെ പ്രാർത്ഥനയിൽ, പിതാവേ, നിൻ്റെ നാമം ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയിൽ ദൈവത്തിൻ്റെ നാമം കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ നാമത്തിലൂടെ കർത്താവിൻ്റെ സ്വഭാവങ്ങളും കർത്താവിൻ്റെ മഹത്വവും മഹാത്മ്യവും നമ്മൾ അറിയണം. ആ നിലയിലാണ് കർത്താവിനെ കൂടുതലായിട്ട് നമുക്ക് അനുഭവിച്ചറിയുവാനും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് വളരുവാനും നമുക്ക് ഇടയാകുന്നത്. ദൈവം എന്ന നാമം, പിന്നീട് യഹോവ എന്ന നാമം, ആ നാമത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്, അതാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. അതിനോടുകൂടെ രണ്ട് നാമങ്ങളോടെയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേലിൻ്റെ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിന് 2-ാം ഭാഗം. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ പല നിലകളിൽ നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ദൈവത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അറിയുന്ന ഒരു അറിവ് എന്നുള്ളത്, ആ പരിജ്ഞാനം എന്നുള്ളത് തികച്ചും വ്യത്യസ്തമാണ്. ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവത്തെ അനുഭവിച്ചറിയുന്നതും ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ളത് ദൈവം നൽകുന്ന വലിയൊരു കൃപയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ദൈവം നമുക്ക് പൂർണ്ണമായ ആ നിലയിൽ വെളിപ്പെടുത്തി തരാതെ ആ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനോ ദൈവത്തെ രുചിച്ചറിയുവാനോ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ദൈവത്തെ അറിയുന്ന ഒരു ദൈവജനം, അവർ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. മാത്രമല്ല, അവരിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ധാരാളമായി കാണപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ അടയാളം. ആ നിലയിൽ നാം എല്ലാവരും ഈ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുവാനും ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനും ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് അനേകം വിവിധമായ ഉപദേശങ്ങൾ ധാരാളം ഉടലെടുക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. കഴിയുമെങ്കിൽ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവിശ്വാസികളെ പോലും തെറ്റിപ്പാൻ ഇന്ന് വിവിധമായ ഉപദേശങ്ങൾ ധാരാളം വരുന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അറിയുമ്പോൾ മാത്രമേ നമ്മൾ എന്തെല്ലാം തെറ്റായ ക്രിസ്തുക്കളെ കാണുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുവാനും യഥാർത്ഥ സത്യദൈവമായ യേശു ക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് ഈ അന്ത്യകാലത്ത് നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന 4 പ്രധാനപ്പെട്ട നാമങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. ആ 4 നാമങ്ങളോട് ബന്ധപ്പെട്ട് വിശേഷണങ്ങൾ നൽകി ഏകദേശം 200ഓളം നാമങ്ങൾ, 200-ലധികം നാമങ്ങൾ ദൈവം നൽകുന്നുണ്ട്. ആ എല്ലാ നാമങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ അതിലൂടെയൊക്കെ ദൈവം നമ്മളോട് വ്യക്തിപരമായും സഭയായും സമൂഹത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ തൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ദൈവം, യഹോവ, കർത്താവ്, സർവശക്തനായ ദൈവം എന്നുള്ള നാമങ്ങൾ വളരെ വ്യക്തമാണ്. ആ നാമങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അതിലൂടെ ദൈവം എന്താണ് നമ്മളോട് പറഞ്ഞു തരുന്ന ആലോചന, ദൈവത്തിന് എന്ത് സ്വഭാവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആ ദൈവത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ ഈ സർവശക്തനായ ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം, എൻ്റെ സകല കാര്യങ്ങൾ അറിയുന്ന ദൈവം, ആ ദൈവത്തിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്, ആ ദൈവത്തിലാണോ നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് കൂടുതലായിട്ട് നമ്മളെ തന്നെ പരിശോധിക്കുവാനും ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് ഹിതമായ നിലയിൽ, പ്രസാദകരമായ നിലയിൽ ജീവിപ്പാനും നമുക്കുള്ള ഉത്തരവാദിത്വമുണ്ട്. അതാണ് നമ്മൾ ഈ പഠനം മുഖാന്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മുതൽ വെളിപ്പെടുത്തിയ അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ജഡമായി തീർന്നു. ആദിയിൽ ദൈവം എങ്ങനെയെല്ലാം വെളിപ്പെടുത്തി തന്നുവോ ആ ദൈവം തന്നെയാണ് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. അത് നമ്മൾ കൂടുതലായിട്ട് അറിയണം. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വർദ്ധിച്ചു വരികയും ചെയ്യണം. ഒന്നാമത് നമ്മൾ കണ്ടല്ലോ, ദൈവം എന്ന വാക്ക് അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. വേറൊരു നാമവും അത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയ ആ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സകലത്തിൻ്റെ ഉടയവൻ, സകലത്തിനും മീതെയുള്ളവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലവും നിയന്ത്രിക്കുന്നവൻ, സർവശക്തിയുള്ളവൻ, സർവജ്ഞാനിയായവൻ, അവൻ അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല, സകലവും സൃഷ്ടിച്ചതിന് മുൻപേ ഉള്ളവനാണ്, അവന് സമയത്തിന് അതീതനാണ്, നിത്യനാണ്,
ആ നിലയിലൊക്കെ ആ ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ ആ ദൈവം നല്ലവനായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സകല ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതെന്ന് കണ്ടു. ആ നല്ലവനായ ആ ദൈവത്തെ ആണോ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്? ആ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ മഹാദൈവമെന്നും സത്യദൈവമെന്നും വചനം ആകുന്ന ദൈവമെന്നും ജഡമായി തീർന്ന ദൈവമെന്നും മാത്രമല്ല തോമാസ് ശ്ലീഹ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് അവനെ ആരാധിച്ചതും നമ്മൾ കാണുന്നുണ്ട്. അതേ കർത്താവായ യേശു ക്രിസ്തുവാണ് പുതിയ നിയമത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത്. അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു സത്യദൈവമാണ്, അവൻ നിത്യജീവനാണ്. ആ കർത്താവും ദൈവമായ യേശു ക്രിസ്തുവിലാണ് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടത്. രണ്ടാമത് യഹോവ എന്ന നാമത്തിലാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം നമ്മൾ കണ്ടതാണ്. മോശയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ഞാൻ യഹോവ എന്ന നാമത്തിൽ അബ്രഹാമിനോ ഇസാക്കിനോ യാക്കോബിനോ വെളിപ്പെടുത്തിയിട്ടില്ല, എന്നാൽ മോശയായ നിന്നോട് ഞാൻ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ട് തന്നിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, യഹോവ എന്ന നാമം കൊണ്ട് ആ സന്ദർഭത്തിൽ മോശയോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനാണ് ജീവൻ നൽകുന്നവൻ, ഞാനാണ് രക്ഷകൻ, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവുമില്ല. ഇന്ന് ഇസ്രായേൽ മക്കൾ ആയിരിക്കുന്ന ആ സ്ഥാനം എന്നുള്ളത് അടിമത്വത്തിലാണ്, മരിച്ചതിന് തുല്യമാണ്. എന്നാൽ ഇതാ ഞാൻ യഹോവ എന്ന നാമത്തിൽ, ഞാനാകുന്നു എന്ന നാമത്തിൽ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങളെ ഉദ്ധരിപ്പാൻ, നിങ്ങളെ വീണ്ടെടുക്കുവാൻ, നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങൾ ജീവൻ നൽകുവാൻ ഞാനിതാ വരുന്നു. ആ ഒരു അർത്ഥത്തോടു കൂടിയാണ് യഹോവ എന്ന നാമത്തിൽ ദൈവം വെളിപ്പെടുത്തിയത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് പുറപ്പാട് പുസ്തകത്തിലും. അതുപോലെ തന്നെ വീണ്ടും ഇസ്രായേൽ മക്കൾ അടിമയായി പോയപ്പോൾ അയച്ച പ്രവാചകന്മാരാണ് ദാനിയേലും എസ്കേലും. ആ ദാനിയേൽ എസ്കേൽ പ്രവാചകങ്ങൾ പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് യഹോവ എന്ന് നിങ്ങൾ അറിയണം, ഇസ്രായേൽ മക്കൾ അറിയണം, യഹോവ എന്ന് അന്യജാതികൾ അറിയണം, യഹോവ എന്ന നാമം ഞാൻ മാത്രമേ ഉള്ളൂ എന്നും ഞാൻ മാത്രമാണ് രക്ഷിതാവെന്നും സകല ഭൂവാസികളും അറിയണം. അതിനുവേണ്ടിയാണ് യഹോവ ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പൂർണ്ണ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും പോകേണ്ട ആവശ്യമില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. അപ്പൊ യഹോവ എന്ന നാമം കൊണ്ട് ദൈവം വെളിപ്പെടുത്തി തരുന്ന, അതാണ് ഏറ്റവും കൂടുതൽ ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നാമം. ഏകദേശം 6800ഓളം പ്രാവശ്യം യഹോവ എന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പാപം ചെയ്തു പോയ മനുഷ്യന് എപ്പോഴും ആവശ്യമായിരിക്കുന്നത് യഹോവ എന്ന നാമമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ, പാപത്തിലും അതിക്രമത്തിലും മരിച്ചവരായിരുന്ന നമ്മെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു, ജീവൻ നൽകി. യേശുക്രിസ്തു പറഞ്ഞു അവന്റെ അവകാശവാദങ്ങളെല്ലാം തന്നെ, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നു, ഞാൻ തന്നെ ജീവന്റെ അപ്പം, ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ആ നിലയിൽ പഴയ നിയമത്തിലുള്ള അതേ യഹോവ തന്നെയാണ് ജീവദാതാവായ, രക്ഷകനായ, വീണ്ടെടുപ്പുകാരനായ അതേ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് പൂർണ്ണമായും വെളിപ്പെട്ടു വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണല്ലോ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ ആ നിലയിൽ വേറൊരു നാമവുമില്ലാതെ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. അവൻ നമുക്ക് ജീവൻ നൽകി തന്നു. അവൻ്റെ അവകാശവാദങ്ങൾ അത് തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ നിലയിൽ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ എന്ന നാമം. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന നാമം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. 6-ാം അധ്യായത്തിൽ ഞാൻ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ടാണ് പ്രത്യക്ഷനായത്. ഇവിടെയും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകൾ അത് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 1-ാം വാക്യത്തിൽ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. എന്തുകൊണ്ടാണ് ദൈവം ആ നിലയിൽ പറഞ്ഞ് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറയുന്നത്?
ഇതിൻ്റെ ട്രാൻസ്ലേഷനിൽ അതിൻ്റെ പൂർണ്ണതയില്ലെന്നാണ് ചിലരൊക്കെ അവകാശപ്പെടുന്നത്. എൽ ഷദായ് എന്ന എബ്രായ വാക്കാണ് ഈ സർവശക്തിയുള്ള ദൈവം എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. എൽ ഷദായ് എന്ന വാക്കിന് കുറച്ചും കൂടി അർത്ഥമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ തന്നെ ആ അർത്ഥം നമുക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. സർവശക്തിയുള്ള ദൈവമായിട്ട് അബ്രഹാമിന് എന്തുകൊണ്ട് പ്രത്യക്ഷനായി? യഹോവ എന്ന നാമത്തിലോ അല്ലെങ്കിൽ മറ്റൊരു നാമങ്ങളിലോ അല്ല പ്രത്യക്ഷപ്പെടുന്നത് സർവശക്തിയുള്ള ദൈവം. കാരണം ഇപ്പോൾ അബ്രഹാമിന് 99 വയസ്സായി, സാറയ്ക്ക് അപ്പോൾ 89 വയസ്സായി കാണണം. അങ്ങനെ 75-ാം വയസ്സിലാണ് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചത്. 12-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരോട് ദൈവം വാഗ്ദത്തം ചെയ്തു, നിന്നിലൂടെ ഞാൻ സകല ജാതികളെ അനുഗ്രഹിക്കും, നിനക്കൊരു സന്തതി നൽകും. ആ നിലയിലുള്ള അനേക വാഗ്ദത്തങ്ങൾ അവർക്ക് ലഭിച്ചുവെങ്കിലും പിന്നീടുള്ള ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അബ്രഹാം ദൈവത്തിൻ്റെ ആ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ശരിയാണ്, തൻ്റെ വിശ്വാസത്താൽ നീതിരിക്കപ്പെട്ടവനാണ്. എങ്കിൽ തന്നെയും പിന്നീട് തൻ്റേതായ രീതിയിൽ, ജഡികമായ നിലയിൽ, മാനുഷികമായ നിലയിൽ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ വേറൊരു രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുകയും അത് മുഖാന്തരം പലവിധമായ പ്രശ്നങ്ങൾ പിന്നീട് ഉളവാകുകയും ചെയ്തു. നമുക്കത് അറിയാവുന്ന സത്യമാണ്. എന്നാൽ 99 വയസ്സായി ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ആ സർവശക്തിയുള്ള ദൈവം എന്നുള്ള വാക്കിന് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് നിന്റെ ബലഹീനതയിൽ നിന്നെ ശക്തീകരിക്കുവാൻ ആവശ്യമായ എല്ലാ ഊർജവും ബലവും ഞാൻ നൽകിത്തരും. ആ ഒരു അർത്ഥത്തിലാണ് ദൈവം അവനെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവം. എൽ ഷദായ് എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാവ്, ആ കുഞ്ഞ് വളരെ ബലഹീനാണ്. യാതൊരു വിധമായ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത നിലയിൽ ആ കുഞ്ഞവിടെ കിടക്കുകയാണ്. അതിനൊന്നും അവൻ്റെ കൈകൊണ്ടോ കാലുകൊണ്ടോ മറ്റൊന്നും കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നിശ്ചലമായി കിടക്കുകയാണ്. ഒരു ബലഹീനമായ നിലയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ പോഷകാഹാരങ്ങളും, ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അവൻ്റെ ബലത്തിനും ആരോഗ്യത്തിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ മാതാവിൽ നിന്നുമാണ് ആ കുഞ്ഞ് സ്വീകരിക്കുന്നത്. അതേ നിലയിൽ തന്നെയാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നിന്റെ ശരീരം നിശ്ചയവുമായി എനിക്കറിയാം, നിന്റെ സാറയുടെ ശരീരവും നിശ്ചയവുമായി എനിക്കറിയാം. എന്നാൽ ഇതാ ഞാൻ സർവശക്തിയുള്ളവനായി, എല്ലാ നിലയിലും നിനക്ക് ശക്തി പകരുന്നവനായി, ഊർജം പകരുന്നവനായി ഞാനിതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ ഞാൻ മതിയായവൻ. പ്രിയമുള്ളവരെ, ആ നിലയിലാണ് ദൈവം അവന് വെളിപ്പെടുന്നത്. അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അബ്രഹാമിനോട് പറയുകയാണ്. 15-ാം വാക്യത്തിൽ യഹോവ പിന്നെ അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായി അല്ല, സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ സാറ എന്നിരിക്കണം. മാത്രമല്ല അവൾ ജാതികൾക്ക് മാതാവായി തീരും, അവളിൽ നിന്നും ഉത്ഭവിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ് അവനെ, നിനക്കൊരു മകനെ ഞാൻ തരുമെന്ന് പറയുമ്പോൾ 17-ാം വാക്യത്തിൽ അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ച്, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളത് വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നിപ്പോകും, അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചില്ലേ? അവൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്, കവിണ്ണു വീണ് ചിരിക്കുകയാണ്. ദൈവം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെയും, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, എൻ്റെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരുന്നാൽ മാത്രം മതി, ഞാൻ നിന്നെ ശക്തീകരിക്കും, നീ നിന്റെ ജഡത്തിൽ ആശ്രയിക്കരുത്, നിന്റെ യാതൊരു വിധമായ ബുദ്ധിയിലും ആശ്രയിക്കരുത്, ഞാൻ എന്നിൽ പൂർണ്ണമായി ആശ്രയിക്കണം, ഞാൻ നിങ്ങൾക്ക് ശക്തി പകരുവാൻ, ബലം നൽകുവാൻ എല്ലാ നിലയിലും ഞാൻ മതിയായവനാണ് എന്ന് പറഞ്ഞിട്ടും അബ്രഹാം ചിരിക്കുകയാണ്. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാറയും ചിരിക്കുന്നതായിട്ട് കാണാം. അവിടെ 18-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ വീണ്ടും ദൈവം അവരോട് അരുളി ചെയ്യാണ്, അടുത്ത വർഷം വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മകൻ ഉണ്ടാകും. അത് കേട്ടപ്പോൾ 11-ാം വാക്യം, എന്നാൽ അബ്രഹാമും സാറയും വയസ്സെന്ന് വൃദ്ധരായിരുന്നു, സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നു പോയിരുന്നു, ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകും, എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ 14-ാം വാക്യത്തിൽ ദൈവം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാര്യങ്ങൾ അറിയാമെങ്കിലും പലപ്പോഴും ക്ഷീണിച്ച് ബലഹീനതായി തീരുമ്പോൾ ഒരു ചെറിയ തലവേദന മതിയല്ലോ നമ്മുടെ എല്ലാ വിശ്വാസം പോകുവാൻ. എത്രയോ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അനേകം വിഷമതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്താൽ ഇത് സാധിക്കുമോ എന്ന് സംശയിച്ചു പോകുന്ന ഒരു സംശയം നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം വീണ്ടും വീണ്ടും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു സത്യം, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, എന്നെ കൊണ്ട് കഴിയാത്ത വലിയ കാര്യവും ഉണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസം എത്രമാത്രം ഇരിക്കുന്നു?
91 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നതാണ്. അത്യുന്നത മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എത്ര ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, സർവശക്തിയുള്ള ദൈവം നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളുടെ ആത്മീയ ബലം നൽകുവാൻ, ആത്മീയ ഊർജം നൽകുവാൻ, നമ്മളുടെ ഏതെല്ലാം ബലഹീനമായ വശങ്ങളുണ്ടോ അതിൻ്റെ മേൽ വിജയം നൽകുവാൻ ഈ സർവശക്തിയുള്ള എൽ ഷദായ് എന്ന ദൈവത്തിൻ്റെ നാമത്തിന് സാധിക്കുമെന്നുള്ളത് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? പുതിയ നിയമത്തിൽ ഈ സർവശക്തിയുള്ള അല്ലെങ്കിൽ സർവശക്തിയുള്ള ദൈവം എന്നുള്ള വാക്ക് വളരെ കുറച്ച് മാത്രമേ ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പഴയ നിയമത്തിൽ 48 പ്രാവശ്യമേ കാണുന്നുള്ളൂ, പുതിയ നിയമത്തിൽ 10 പ്രാവശ്യമേ കാണുന്നുള്ളൂ. അതിൽ ഒരു വാക്യം മാത്രമാണ് 2 കൊരിന്ത്യരിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ വെളിപ്പാട് പുസ്തകത്തിലാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സർവശക്തിയുള്ള ദൈവമാണോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഓടിച്ചു വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അവൻ സർവശക്തിയുള്ള ദൈവമായിരുന്നു. അതിൻ്റെ തന്നെ 11-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിലാണ് ഈ 9 പ്രാവശ്യം കാണുന്നത്. എല്ലാ വാക്യങ്ങളും പോകേണ്ട ആവശ്യമില്ല. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലും നമുക്കൊന്ന് വേഗം ഓടിച്ചു വായിക്കാം. 15, 16, 17 വാക്യങ്ങളിൽ 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കും, അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ് വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, സർവശക്തിയുള്ള ലോകരാജ്യത്വം ഏറ്റെടുക്കുന്ന എന്നേയും രാജാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവ് യേശു ക്രിസ്തുവിലാണോ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്? ആ കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നും ദൈനംദിനം നമുക്ക് ശക്തിയും ബലവും ലഭിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, അവകാശപ്പെട്ടു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവജലമാകുന്നു, ഞാൻ നിങ്ങളുടെ ഓക്സിജൻ വായുവാകുന്നു, ഞാൻ നിങ്ങൾക്ക് പ്രകാശമാകുന്നു, ഞാനാണ് എല്ലാ സകലവും, എന്നിൽ നിന്നും നിങ്ങൾ മേടിക്കുവിൻ, എന്നിൽ നിന്നും നിങ്ങൾ വാങ്ങുവിൻ, ദാഹിക്കുന്നവരും വിശക്കുന്നവരുമായുള്ളവർ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ സമൃദ്ധിയായി നിങ്ങൾക്ക് നൽകാം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയ ശക്തി പ്രാപിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് പ്രാപിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പൗലോസിന്റെ ജീവിതത്തിൽ വളരെവിധമായ വൈഷമ്യങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബലഹീനത ഉണ്ടായപ്പോൾ യേശുക്രിസ്തു അവന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞത് എന്താണ്? 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി, എൽ ഷദായ്, സർവശക്തിയുള്ള ദൈവമായ യേശുക്രിസ്തു പറയാണ്, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയമുള്ളവരെ, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് അറിഞ്ഞാൽ മാത്രം പോരാ, ഇത് നമ്മൾ വിശ്വസിക്കുകയും അതിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവിക ശക്തി നമ്മുടെ ഹൃദയത്തിലൂടെ പരിവർത്തിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കും. അപ്പോൾ നമ്മളുടെ ആത്മീയ ശക്തി, ഈവൻ നമ്മുടെ ശാരീരികമായ ശക്തി പോലും നമുക്ക് ലഭിക്കേണ്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വചനങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ട് അതിലൂടെ പ്രാപിക്കുന്ന ഊർജം, ശക്തിയാണ് യഥാർത്ഥ ദൈവമക്കൾക്ക് ആവശ്യം. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ത് രോഗങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അവൻ ക്ഷീണിച്ചു പോകുകയില്ല, തളർന്നു പോകുകയില്ല. എന്നാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് ബലഹീനതകളുണ്ട്. പലപ്പോഴും നമ്മൾ കർത്താവിലുള്ള ആശ്രയത്തെക്കാൾ കൂടുതൽ നമ്മൾ അറിയാതെയോ നമ്മളിൽ പൂർണ്ണമായി ആശ്രയിച്ചു പോവുകയാണ്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഭൂമിയിലുള്ള വലിയ വലിയ രാജാക്കന്മാർ, നമ്മളെ ഭരിക്കുന്നവർ ഇന്നുള്ളവരായി തീർന്നാൽ നമ്മുടെ അവസ്ഥ എന്തായി തീരും എന്ന് ഭയപ്പെടുന്ന പല കാര്യങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും നമ്മൾ ആരൊക്കെ ഭരിച്ചാൽ, ഈ ഭൂമിയിൽ ആരൊക്കെ ആയിരുന്നാലും ആരെയും ഭയപ്പെടാതെ ധൈര്യമായിട്ട് ഈ സർവശക്തിയുള്ള ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഉറച്ചു നിന്ന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. മാത്രമല്ല, ഈ സർവശക്തിയുള്ള ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏത് പാപത്തെയും അതിജീവിപ്പാൻ, വിജയം നൽകുവാൻ ഈ സർവശക്തിയുള്ള ദൈവത്തിന് സാധിക്കുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല, നമുക്കില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനി എന്ത് തോന്നിയാൽ ചെയ്ത് ജീവിച്ചു അങ്ങ് പോകാം എന്നുള്ള ചിന്താഗതിയാണ്. അതല്ല, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട, യഥാർത്ഥത്തിൽ ദൈവത്തെ ഈ നിലയിൽ അനുഭവിച്ചറിയുന്ന വ്യക്തി ഒരു നാളും
പാപത്തിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുകയില്ല. എന്ത് പാപമായാലും, ഏത് രഹസ്യഭാവമായാലും, നമ്മുടെ ചിന്തകളിൽ വരുന്ന ഏത് രഹസ്യഭാവമായാലും അതിനെ ഓവർകം ചെയ്യുവാനുള്ള ശക്തിയും ഊർജവും ഈ സർവശക്തിയുള്ള ദൈവം നൽകുമെന്നുള്ള വിശ്വാസമാണ് നമുക്ക് ഓരോ ദിവസവും ആവശ്യം. മാത്രമല്ല, ദൈവീക ഗുണവിശേഷങ്ങൾ, ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ശക്തി നമുക്ക് പകർന്നു തരുന്നത് ഈ എൽ ശദ്ദായ്, സർവശക്തിയുള്ള കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവിന് അത് സാധിക്കും. കർത്താവ് പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സാധ്യം. ഏത് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് പോലും മനുഷ്യനാൽ അസാധ്യമാണ്, ദൈവത്താൽ സാധ്യമാണ്. അതേസമയം രക്ഷിക്കപ്പെട്ട അന്നു മുതൽ ഈ പാപത്തിന്റെ മേൽ ഉള്ള രക്ഷയും അതിൻ്റെ മേലുള്ള വിജയം നൽകുവാനും ഈ സർവശക്തിയുള്ള കർത്താവ് യേശുക്രിസ്തുവിന് നൽകുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കണം. സുവിശേഷ വേല ചെയ്യുകയാണെങ്കിലും, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുകയാണെങ്കിലും, ആത്മീയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ, അബ്രഹാമിന് ഇസാക്ക് എന്ന അത്ഭുത കുഞ്ഞിനെ പുറപ്പെടുവിക്കുവാൻ ഈ സർവശക്തിയുള്ള ദൈവത്തിന് സാധിക്കുമെങ്കിൽ നമ്മളുടെ ജീവിതത്തിലൂടെയും ആത്മീയ ശിശുക്കളെ പുറപ്പെടുവിക്കുവാൻ, ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഒരു ഡിമാൻഡുണ്ട്, എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക. ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടും വിനയത്തോടും താഴ്മയോടും കൂടെ ജീവിക്കുന്ന ഏത് ദൈവമക്കളെയും അവൻ ശക്തീകരിക്കുവാനും നമ്മളിലൂടെ ഈ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കുവാനും ദൈവത്തിന് സാധിക്കുമെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 29-ാം വാക്യം നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. 29-ാം വാക്യത്തിൽ, അതിനായി 28-29 യേശുക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പൗലോസ് പറയുകയാണ്, എൻ്റെ ശക്തിയല്ല, മറിച്ച് എന്നിലൂടെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി. ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചവരാണ് ദൈവമക്കൾ. അതുപോരാ, ക്രിസ്തീയ ജീവൻ നയിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയാൽ വ്യാപരിക്കപ്പെടണം. അതാണ് നമുക്കിപ്പോൾ കുറവുള്ളതായി തീരുന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമുക്ക്, ഓരോ നിമിഷവും ആ ആത്മാവിന്റെ ശക്തിയാൽ വ്യാപരിക്കുന്ന ദൈവ മക്കളായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. എങ്കിൽ മാത്രമേ നമ്മളെ ജയാളിയായി, ജയോത്സവമായി വഴിനടത്തുവാൻ ഈ കർത്താവിന് സാധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏത് കാര്യത്തെയും അതിജീവിക്കുവാനുള്ള ബലം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അടുത്തതായിട്ട് ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു നാമമാണ് അഡോനായ്, അല്ലെങ്കിൽ കർത്താവ് എന്ന നാമം. ഉൽപ്പത്തി 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി നിന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ നീ എനിക്ക് എന്ത് തരും? അവിടെ അബ്രഹാം ദൈവത്തെ വിളിക്കുക, യഹോവയെ വിളിക്കുകയാണ് കർത്താവായ യഹോവേ. അവിടെയാണ് ആദ്യമായിട്ട് അഡോനായ് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ള വാക്ക് കാണുന്നത്. ഏകദേശം 400-ലധികം പ്രാവശ്യം പഴയ നിയമത്തിലുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ യഹോവ എന്ന വാക്കിന് പകരം മറ്റ് കർത്താവ് എന്ന 2 വാക്കിനും പകരം കർത്താവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ. അതുകൊണ്ട് 700-ഓളം പ്രാവശ്യം പുതിയ നിയമത്തിൽ ഈ കർത്താവ് എന്ന വാക്കുണ്ട്. കർത്താവ് എന്ന വാക്കുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്, സകലത്തെയും കർത്തൃത്വം നടത്തുന്നവൻ, സകലത്തെയും ഭരിക്കുന്നവൻ, ഗുരു, അല്ലെങ്കിൽ ആ നിലയിൽ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ. ആ ഒരു അർത്ഥത്തിലാണ് നമുക്ക് കർത്താവ് എന്ന നാമത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അബ്രഹാമിനോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം പറയാണ്, ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ദൈവത്വം അങ്ങനെ അബ്രഹാമിനോട് ഭയപ്പെടേണ്ടെന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞത്? കാരണം അതിൽ 14-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുന്ന ആ സമയത്ത് തൻ്റെ ലോത്തിനെയും മറ്റും കൂട്ടരെയും കൂട്ടിക്കൊണ്ടുപോയ ഒരു സന്ദർഭം ഉണ്ടായി, അടിമകളായി കൊണ്ടുപോയ സന്ദർഭം ഉണ്ടായി. അവിടെ അബ്രഹാമിന് ആ വിവരം ലഭിച്ചപ്പോൾ അബ്രഹാം തൻ്റെ ദാസന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മേൽ, ശത്രുക്കളുടെ മേൽ വിജയം നേടി തിരിച്ച് വിജയശീലാതനായി വരികയാണ് അബ്രഹാം. അങ്ങനെ വരുമ്പോഴാണ് മൽക്കിസദേക്ക് ശാലോം രാജാവിനെ കാണുന്നത്. ആ ചരിത്രമാണ് 14-ാം അധ്യായത്തിലുള്ളത്. എന്നാൽ 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ അബ്രഹാം ഒരു മനുഷ്യനാണ്. തീർച്ചയായും വീണ്ടും ഈ രാജാക്കന്മാർ, അന്ന് അവിടെ പാർത്തിരുന്ന രാജാക്കന്മാർ വീണ്ടും ചിലപ്പോൾ അബ്രഹാമിനെതിരെ വരുമോ എന്നുള്ളൊരു ഭയം ചിലപ്പോൾ അബ്രഹാമിനുണ്ടായി കാണും. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ പരിചയം, ഞാനാണ് നിന്റെ പ്രതിഫലവും. നിന്നെ സൂക്ഷിക്കുകയും നിന്നെ കാക്കുകയും ചെയ്യുന്ന കർത്താവ് ഞാനാണ്.
സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് ഞാൻ, സകലത്തെ നിയന്ത്രിക്കുന്നവനാണ് ഞാൻ, സകലത്തിൻ്റെയും കർത്തൃത്വം നടത്തുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് അബ്രഹാം ആ ദൈവത്തെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ദൈവം നമ്മുടെ കർത്താവാണോ? നമ്മൾ സാധാരണ പറയാറുണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കണം. രക്ഷകനായി നമ്മൾ അംഗീകരിച്ചു എങ്കിലും ദൈനംദിന ജീവിതത്തിൽ യേശു ക്രിസ്തുവാണോ നമ്മുടെ കർത്താവ്? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, സകലത്തിനെയും സൂക്ഷിക്കുന്നവൻ, എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവൻ, നമ്മളെ എല്ലാ നിലയിലും പരിചയമായി നമ്മുടെ കൂടെ ഉള്ളവൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണോ? ആ നിലയിലുള്ള ഒരു വിശ്വാസം, സകലവും അറിയുന്ന, സകലത്തെയും കർത്തൃത്വം ചെയ്യുന്ന കർത്താവാണെന്നുള്ള ആ ഒരു വിശ്വാസവും സമർപ്പണവും നമുക്കുണ്ടോ? പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകമായ മലാക്കി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദൈവം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ, ആ വാക്കാനോട് ഉപയോഗിക്കുന്ന അഡോന, ഞാൻ നിങ്ങളുടെ കർത്താവാണെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ്, അഡോനായ കർത്താവ് എന്ന നാമത്താൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ നാമത്തിന് തുല്യമായി പോലും, അതിന് വിധേയപ്പെട്ടു പോലും ജീവിക്കാതെ, അല്ലെങ്കിൽ ആ കർത്താവിനെ ബഹുമാനിക്കാതെ, അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു ജീവിതം അന്നത്തെ യഹൂദന്മാർക്കുണ്ടായി. എന്നാൽ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മൾ പറയുകയും ഈ യേശുക്രിസ്തുവിനെ കർത്താവെ അംഗീകരിച്ചു എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും യേശുക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മുടെ കർത്തൃത്വം നടത്തുന്നുണ്ടോ? പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കർത്താവാണോ? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ഓടിച്ച് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അപ്പോൾ കർത്താവ്, അവൻ ഗുരുവാണ്, കർത്താവാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. ആ കർത്താവ് ചില മാതൃകകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ കർത്താവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവാണ് സകലത്തിനും കർത്താവ്. യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തുകയും ചെയ്തു. സകല സൃഷ്ടിയുടെ മേൽ കർത്തൃത്വം ചെയ്യുന്നവൻ. നമുക്കറിയാം, അന്നത്തെ തിരമാലകളെയും മറ്റെല്ലാ കാര്യങ്ങളെയും അടക്കിവാണ കർത്താവായ യേശു ക്രിസ്തു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, നമ്മുടെ ശരീരത്തിന്മേൽ അധികാരമുള്ളവൻ, നമ്മുടെ ആത്മാവിൻ്റെ മേലും നമ്മുടെ മനസ്സിൻ്റെ മേലും അധികാരമുള്ളവൻ, മാത്രമല്ല ദുഷ്ടാത്മാക്കളുടെ മേലും അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തു. വിവിധ നിലയിലൂടെ കർത്താവ് തൻ്റെ കർത്തൃത്വം താൻ കർത്താവാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, അവൻ ജനിച്ചപ്പോൾ കർത്താവായിരുന്നു, അവൻ ജീവിച്ചപ്പോൾ കർത്താവായിരുന്നു, അവൻ മരിച്ചപ്പോഴും ഉയർത്തെഴുന്നേറ്റപ്പോഴും അവൻ കർത്താവായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ അവൻ്റെ ജനനത്തിങ്കൽ ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ജനനത്തിൽ തന്നെ അവൻ കർത്താവാണ്. സകലത്തിനും കർത്തൃത്വമുള്ളവനായിട്ട് തന്നെയാണ് അവൻ ജനിച്ചത് തന്നെ. അവൻ ജീവിച്ചതും കർത്താവായിട്ട് തന്നെയാണ്. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുവല്ലോ. റോമാലേഖനം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ, എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. അപ്പോൾ അവൻ്റെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും അവൻ കർത്താവ്. ഇന്ന് രാവിലെ നമ്മൾ കേട്ടതാണ്, തന്നെ പിടിക്കുവാൻ വന്ന പടയാളികളുടെ മുമ്പാകെ യേശുക്രിസ്തു, യഹോവയായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ശക്തിയുടെ മേൽ അവരെല്ലാവരും വീണുപോവുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, അവൻ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും ഇന്നും അവൻ കർത്താതി കർത്താവും രാജാതി രാജാവുമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പ്രിയമുള്ളവരെ,
പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പെടുത്തിയ അതേ ദൈവം, സൃഷ്ടാവായ ദൈവം, യഹോവയായ ദൈവം, സർവശക്തിയുള്ള ദൈവം, സകലത്തിൻ്റെ മേൽ കർത്തൃത്വം ചെയ്യുന്ന പരമാധികാരിയായ ദൈവം, അവൻ ആണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിലല്ലോ, ആ ജഡത്തിലല്ലോ സർവ്വസമ്പൂർണതയും വസിക്കുന്നത്. ആ കർത്താവിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്, ആ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യം: അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം, യേശുക്രിസ്തുവിന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസവും ഈ ഒരു സമർപ്പണവും ഈ ഒരു ആശ്രയവും ഈ പാപമോചനവും നമ്മൾ എത്ര പേർ പ്രാപിച്ചിട്ടുണ്ട്? ഈ യേശുക്രിസ്തുവിനെ ഈ നിലയിൽ കാണുവാൻ, ഈ യേശുക്രിസ്തുവിനെ ഈ നിലയിൽ അറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഒരു മനുഷ്യരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ലോകത്തിൽ ഒരിക്കലും ക്ഷീണിച്ച് തളർന്നു പോകേണ്ട ആവശ്യമില്ല. ഈ ദൈവം തന്നെ, സർവശക്തനായ ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ആ കർത്താവായ യേശുക്രിസ്തുവിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ആ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആ ക്രിസ്തു തന്നെ നമുക്ക്, പുത്രൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നെങ്കിലേ ഈ ക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രഹിക്കുവാനും അറിയുവാനും സാധിക്കുകയുള്ളൂ. ആ കർത്താവിനെ ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ദൈവമക്കളായി, ദൈവശിഷ്യന്മാരായി, കർത്താവിന്റെ ശിഷ്യന്മാരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് വരുവാൻ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഉറപ്പോടുകൂടെ, വിശ്വാസ ഉറപ്പോടുകൂടെ കർത്താവിനെ, സത്യദൈവമായ ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.